ഗുഡ് മോർണിംഗ് മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു അല്ലേ, ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ 3 കേസസിൽ ഏരിയസ് വളരെ തറവായിട്ട് നമ്മൾ പഠിച്ചു, കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു, കുറേ നോട്ട്സുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഏരിയയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ന്യൂ ഏരിയയിലേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയുടെ, അതായത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്ന ഏരിയയുടെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു. മക്കൾ അതും എഴുതിയിട്ടുണ്ടാവണം. അങ്ങനെ എഴുതിയതിന് ശേഷം മാത്രം ഈ വീഡിയോ സെക്ഷൻ വാച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. സോ ആ ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഏരിയയിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ മക്കളെ. സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ. ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ എങ്ങനെയാണ്, എന്താണ് ഡിബഞ്ചേഴ്സ് റിഡംഷൻ, അതേപോലെ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂവിൽ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്, റിഡംഷൻ അനുസരിച്ചുകൊണ്ട്, ഡിബഞ്ചേഴ്സ് റിഡംഷൻ അനുസരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. സോ ബിഫോർ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം മക്കളെ. വാട്ട് ഈസ് ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? റിഡംഷൻ, ആ ടേം കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ മക്കൾക്ക്? റിഡംഷൻ, ആ ടേമിനർത്ഥം, റിഡംഷൻ എന്ന് പറയുന്ന ടേമിനർത്ഥം റീപേയ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, REDEMPITION, റിഡംഷൻ. ഓക്കെ, റിഡംഷൻ എന്ന് പറയുന്ന ടേമിനർത്ഥം റീപേയ്മെൻറ്റ്. ഓക്കെ, റീപേയ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ എന്ന് പറയുന്നത്? ഡിബഞ്ചറിൻ്റെ റിഡംഷൻ എന്ന് പറയുന്നത്, ഡിബഞ്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബോറോഡ് ക്യാപിറ്റൽ അല്ലേ, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് കടമെടുത്തിട്ടുള്ള എമൗണ്ടാണ് ഡിബഞ്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോൺ എമൗണ്ടാണ് നമുക്കറിയാം അല്ലേ മക്കളെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തു, കമ്പനി നമുക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കമ്പനിയിൽ ആ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മൾ പർച്ചേസ് ചെയ്യുക പറയുമ്പോൾ അവിടെ എമൗണ്ട്, കമ്പനിയിലെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ്. ഓക്കെ, ഒരു 10 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ, ലോൺ എമൗണ്ട്, ഡിബഞ്ചർ മുമ്പ് പറഞ്ഞ പോലെ ലോൺ എമൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ, ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ കാലാവധി എപ്പോഴാണോ, ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ആ ഡിബഞ്ചറിൻ്റെ കാലാവധി എപ്പോഴാണോ ആ സമയം കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? അത് ആ ഒരു എമൗണ്ട്, ഡിബഞ്ചറിൻ്റെ എമൗണ്ട് നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യും, തിരിച്ച് നമുക്ക് തരണം. റൈറ്റ്. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കില്ലേ, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് 5 വർഷത്തെ ലോൺ എടുത്ത് കഴിഞ്ഞാൽ, 5 ഇയേഴ്സിൻ്റെ ലോൺ എടുത്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് അവിടെ തിരിച്ചടയ്ക്കണം അല്ലേ. ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ അവരെപ്പോഴാണോ പറയുന്നത്, മന്ത്ലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ ആയിട്ട് അല്ലെങ്കിൽ ഇയർലി ആയിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതുകൂടാതെ തന്നെ ആ 5 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ലോൺ അടയ്ക്കണം അല്ലേ. തിരിച്ച് ആ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ തിരിച്ച് ബാങ്കിന് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോൺ റീപേയ്മെൻറ്റ് നടത്തുന്നു. ഇതേപോലെ തന്നെ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും? ഒരു കാലാവധി, ഡിബഞ്ചറിൻ്റെ കാലാവധി എപ്പോഴാണോ, മെച്യൂരിറ്റി, ആ കാലാവധിനെ നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയാം കേട്ടോ മക്കളെ. മെച്യൂരിറ്റി, ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്ന സമയത്ത് അവർക്ക് റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവൻ്റെ എത്രയാണോ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ഡിബഞ്ചറിൻ്റെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു, റീപേയ്മെൻറ്റ് നടത്തുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റിഡംഷൻ of debenture means the settlement of borrowed fund by a company or to finish or to repay the debenture holders after the maturity dateന് ശേഷം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ടേമിനർത്ഥം, റിഡംഷൻ എന്ന് പറയുന്ന ടേമിനർത്ഥം സെറ്റിൽമെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ടാണ്. സെറ്റിൽമെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ട്. ഓക്കെ, കടം എടുത്തിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ സെറ്റിൽ ചെയ്യുക, അതായത് റീപേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? സെറ്റിൽമെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ട് ബൈ എ കമ്പനി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ സെറ്റിൽമെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ട് ബൈ എ കമ്പനി ടു ദെയർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി അല്ലേ. ആ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഡിബഞ്ചറിൻ്റെ കാലാവധി ആവുന്ന സമയത്ത് ആ ഡേറ്റ് എപ്പോഴാണോ അതിന് ശേഷം അവരെന്ത് ചെയ്യും? ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ അവരുടെ എമൗണ്ട് സെറ്റിൽ ചെയ്യും. ഒരു ബോറോഡ് ഫണ്ടാണ്, അപ്പോൾ അതിൻ്റെ എമൗണ്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു, റീപേയ്മെൻറ്റ് നടത്തുന്നു.
അതിനെ നമ്മൾ എന്ത് പറയുക, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റീപേയ്മെൻറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ബാധ്യത ലയബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഇല്ലാതാവുന്നു. ഓക്കെ, ഇപ്പോൾ റീപേ നിർത്തി കഴിഞ്ഞാൽ കമ്പനീൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ആയി പോവുകയാണ് ചെയ്യുക. അവർക്ക് പിന്നീട് ആ ഡിബഞ്ചറിൽ ഒരു ബാധ്യത ഉണ്ടാവില്ല. പിന്നീട് ഇൻട്രസ്റ്റ് കൊടുക്കാനോ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം തിരിച്ചടച്ചു കഴിഞ്ഞു, അവിടെ ആ സെറ്റിൽമെൻറ്റ് നടത്തി കഴിഞ്ഞു. ആ ഒരു സെറ്റിൽമെൻറ്റിനെയാണ് നമ്മൾ ആ ബോറോഡ് ഫണ്ടിൻ്റെ ആ സെറ്റിൽമെൻറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എടുത്തിരുന്ന ബോറോഡ് ഫണ്ടിൻ്റെ സെറ്റിൽമെൻറ്റിനെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായോ? അപ്പോൾ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലും അതിനനുസരിച്ച് കൊണ്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഡിബഞ്ചേഴ്സിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, അതുപോലെ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, അതേ സാഹചര്യത്തിൽ അതിൻ്റെ ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, കുട്ടികൾ നോട്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പോൾ 6 കേസസിലാണ് ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഡിബഞ്ചർ റിഡീം ചെയ്യുക, ഓക്കെ, എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നു, അതെങ്ങനെയാണ് കമ്പനി ഏത് സാഹചര്യത്തിലാണ് റിഡീം ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ. 6 സാഹചര്യത്തിലാണ് റിഡംഷൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, ഇഷ്യൂം റിഡംഷൻ്റെയും കണ്ടീഷൻസ് 6 സാഹചര്യത്തിലാണ് മക്കൾ വരുന്നത്, സിറ്റുവേഷൻസിലാണ് വരുന്നത്, കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ശ്രദ്ധിക്കട്ടെ പറയുന്ന കാര്യങ്ങൾ. ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്നത് പാറിൽ, അതുപോലെ തിരിച്ച് റിഡീം ചെയ്യുന്നത് റിഡീമബിൾ, ദാറ്റ് മീൻസ് റീപേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നതും പാറിൽ തന്നെയാണ്. ദാറ്റ് ഈസ് ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്തിട്ട് ഫേസ് വാല്യൂയിൽ തന്നെ റീപേയ്മെൻറ്റ് നടത്തുന്നു. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ നടത്തുന്നു. ദെൻ റിഡീമബിൾ അറ്റ് പാർ. ഓക്കെ മക്കളെ, പ്രീമിയത്തിൽ ഇഷ്യൂ നടത്തും, എന്നിട്ട് തിരിച്ചു കൊടുക്കുന്നത് പാറിൽ. ഓക്കെ, ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നത് എന്താണ്, പാർ വാല്യൂ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് പാർ വാല്യൂയിൽ തിരിച്ചു കൊടുക്കുന്നു, റിഡീമബിൾ അറ്റ് പാർ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ദെൻ തേർഡ് വൺ, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ദെൻ റിഡീമബിൾ അറ്റ് പാർ, റീപേയ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ റിഡീം ചെയ്യുന്നത് പാർ വാല്യൂയിൽ. 3 കണ്ടീഷൻ ആയില്ലേ? നാലാമത്തെ, ഇഷ്യൂഡ് അറ്റ് പാർ. കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം, റീപേയ്മെൻറ്റ് നടത്തുന്നത് പ്രീമിയത്തിലാണ്. പാറിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നു. അത് ഫിഫ്ത്ത് കേസ്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ റീപേയ്മെൻറ്റ് നടത്തുന്നു. ആൻഡ് ദ ഫൈനൽ വൺ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു, റിഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ തന്നെ റീപേയ്മെൻറ്റ് നടത്തുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഈ 6 സാഹചര്യങ്ങൾ, ഈ 6 കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലൊക്കെ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ സെഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഈ ഏരിയയിൽ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ മനസ്സിലാത്ത കുട്ടികൾ പ്രീവിയസ് വീഡിയോ സെഷൻ കാണാം മക്കളെ. നമുക്ക് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റിഡംഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് പാറിലാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സാഹചര്യം ഇഷ്യൂ എങ്ങനെയാണ്, അതിൻ്റെ റിഡംഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കണം. അത് പാറിലാണോ, അതോ റിഡീം ചെയ്തത് ഇഷ്യൂ ചെയ്ത് പാറിലാണോ, റിഡീം ചെയ്ത് പാറിലാണോ. ഇനി പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അത് റിഡീം ചെയ്ത് പാറിലാണോ. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണ് വരിക, ഓക്കെ, അത് ഏതാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രി ചെയ്താൻ പറ്റുള്ളൂ. റിഡംഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം അതെങ്ങനെയാണ് ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്യൂവിൻ്റെ സാഹചര്യം എങ്ങനെയാണ്, ഇഷ്യൂവിൻ്റെ ടേം എങ്ങനെയാണ്, അതുപോലെ തന്നെ റിഡംഷൻ്റെ ടേം എങ്ങനെയാണ്, ഇത് രണ്ടും നോക്കിയിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കേസിലെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് മക്കളെ തരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വൃത്തിയായിട്ട് നമുക്ക് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ആദ്യത്തെ നോക്കിയാലോ, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, അതുപോലെ തന്നെ റിഡീം ചെയ്യുന്നത് പാറിലാണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഓക്കെ, കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, തിരിച്ച് റീപേയ്മെൻറ്റ് നടത്തുന്നതിലാണ് പാറിൽ തന്നെയാണ്. സോ ദ ജേർണൽ എൻട്രി ബിക്കം ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. പാറിൽ ഇഷ്യൂ ചെയ്യുന്നു, അതുപോലെ റിഡീം ചെയ്യുന്നത് പാറിൽ. വളരെ സിമ്പിൾ അല്ല മക്കളെ. അപ്പോൾ അതെങ്ങനെയായിരിക്കും നോക്കിയപ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പനി ഒരു 1000 ഡിബഞ്ചേഴ്സ് ഉണ്ട്, കമ്പനിയിൽ ഒരു 1000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആ 1000 ഒരു 5% ഡിബഞ്ചേഴ്സ്, ഒരു 1005% ഡിബഞ്ചേഴ്സ് കമ്പനി ഒരു 10 രൂപ പ്രകാരം ഇഷ്യൂ നടത്തുകയാണ്. ഓക്കെ, ₹10 പ്രകാരം ഇഷ്യൂ നടത്തുകയാണ്. ദെൻ
അതേപോലെ റീപേയബിൾ. ഓക്കെ, റീപേയബിൾ അറ്റ് പാർ. ഓക്കെ, റീപേയബിൾ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്തായി? അപ്പോൾ തിരിച്ചടയ്ക്കുന്നത് പാറിൽ, അതുപോലെ തന്നെ ഇഷ്യൂ നടത്തുന്ന എന്തിലാണ്? പാർ വാല്യൂയിൽ. 1000 ഡിബഞ്ചേഴ്സ് 10 രൂപ പ്രകാരം കമ്പനി ഇഷ്യൂ നടത്തുന്നു, പാർ വാല്യൂയിൽ ഇഷ്യൂ നടത്തുന്നു. റീപേയബിൾ അറ്റ് പാർ എന്ന് പറയുന്നു. റീപേയ്മെൻറ്റ് നടത്തുന്നത്, റിഡീം ചെയ്യുന്നത് പാറിലാണെന്ന് പറയുന്നു. അപ്പോൾ അത് ഏത് സിറ്റുവേഷനാണ്? വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ ആണ്. അപ്പോൾ പാർ വാല്യൂയിൽ തന്നെ റിഡീം ചെയ്യുന്നു, അതുപോലെ ഇഷ്യൂ നടത്തുന്നതും പാർ വാല്യൂയിൽ തന്നെയാണ്. അപ്പോൾ 10 രൂപ പാർ വാല്യൂ 10 രൂപയിൽ തന്നെ വീണ്ടും അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. 10 രൂപ തന്നെ 10 രൂപ ഓരോ ഡിബഞ്ചറിന് 10 രൂപ പ്രകാരം തന്നെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാഹചര്യമാണ് വരിക. അതായത് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ കമ്പനിയിൽ 10 രൂപയ്ക്ക് കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തി, അതേ ഫേസ് വാല്യൂ 10 രൂപയ്ക്ക് തന്നെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇപ്പോൾ സാഹചര്യം നോക്കുക, കണ്ടീഷൻ ഏതാണെന്ന് നോക്കുക കേട്ടോ. കണ്ടീഷൻ ഏതാണെന്ന് നോക്കുക. ഇറ്റ്സ് എ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ എൻട്രി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു കണ്ടീഷൻ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിയിൽ ഒരു 1000, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 1000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. 5% ഡിബഞ്ചേഴ്സാണ്, 5% ഡിബഞ്ചേഴ്സാണ് കമ്പനീൻ്റെ ഉള്ളത്. കമ്പനി ആ ഡിബഞ്ചേഴ്സിനെ, ഓക്കെ, കമ്പനീൻ്റെ കയ്യിലുള്ള ആ ഒരു ഡിബഞ്ചേഴ്സിനെ 10 രൂപയല്ല നമ്മൾ നേരത്തെ പറഞ്ഞത്, ഫേസ് വാല്യൂ 10 അല്ലേ. അപ്പോൾ ഈ 10 രൂപയുള്ള ഡിബഞ്ചേഴ്സിനെ കമ്പനി ഇഷ്യൂ നടത്തുന്നത് മക്കളെ ഒരു 15 രൂപയ്ക്ക്. ഓക്കെ, കമ്പനി ഇഷ്യൂ നടത്തുന്നത് ഒരു 15 രൂപയ്ക്കാണെന്ന് വിചാരിക്കൂ. ഓക്കെ, കമ്പനി ഇഷ്യൂ നടത്തുന്നത് ഒരു 15 രൂപയ്ക്കാണ്. അപ്പോൾ എന്തായി? പ്രീമിയത്തിലായില്ലേ? 10 എന്നുള്ളത് 15 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു, അപ്പോൾ പ്രീമിയമായി. ഇഷ്യൂഡ് അറ്റ് ₹15. ഓക്കെ, ദെൻ റീപേയബിൾ അറ്റ് പാർ. ഓക്കെ, അല്ലെങ്കിലോ റീപേയബിൾ അറ്റ് ₹10. ഓക്കെ, 10 രൂപയ്ക്ക് തിരിച്ചടയ്ക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ എന്തായി? റിഡീം ചെയ്യുന്നത് പാറിലും ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ നടത്തുന്നു, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റീപേയ്മെൻറ്റ് നടത്തുന്നത്, റിഡീം ചെയ്യുന്നത് പാറിലാണെന്നുണ്ടെങ്കിൽ ഈ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഫേസ് വാല്യൂ ഒന്ന് റെക്കോർഡ് ചെയ്യുക. അതായത് ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ, അപ്പോൾ 1000 × 10 അല്ലേ. അപ്പോൾ എത്രയാണ് ഫേസ് വാല്യൂ? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്കാണെങ്കിൽ, റിസർവിലേക്കാണെന്നുണ്ടെങ്കിൽ പ്രീമിയം മക്കൾ എത്ര രൂപ പ്രീമിയം? 5 രൂപയല്ലേ പ്രീമിയം. അപ്പോൾ 1000 × 5, അപ്പോൾ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയമാണ് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ കാണിക്കുക. ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ള പ്രീമിയം എമൗണ്ട് അല്ലേ, ആ സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മക്കളെ? ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ല സെക്യൂരിറ്റി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ളത്. കമ്പനി ഇഷ്യൂ നടത്തുന്നു, കമ്പനി ഇഷ്യൂ നടത്തിയിട്ട് കളക്ട് ചെയ്യുന്ന പ്രീമിയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ബിക്കോസ് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ്, ഒരു എക്സാമ്പിൾ പ്രകാരം 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ് 15 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 5 രൂപ എന്ന് പറയുന്നത് പ്രീമിയമാണ്. ആ കിട്ടുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ അധികമാണ് അല്ലേ, അത്രയും എമൗണ്ട് കൂടുതലാണ് കമ്പനിക്ക് കിട്ടുന്നത് ഇഷ്യൂ നടത്തുന്ന സമയത്ത്. ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുകയല്ലേ. സാഹചര്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ കമ്പനീൻ്റെ എന്താണിത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. മനസ്സിലാവേണ്ട കുട്ടികൾ, ആ പ്രീമിയം അത്രയും പ്രീമിയം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. സോ അങ്ങനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിലില്ലേ, ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് ഇക്വിറ്റി, ഫോർ എക്സാമ്പിൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമ്മളെന്താ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഹെഡിൽ, ദെൻ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ കേസിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൽ, ഓക്കെ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിലെ ആ ഒരു സെക്ഷനിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൽ റിസോഴ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന സബ് ഹെഡിലാണ് ഈ സെക്യൂരിറ്റി, ഈ ഒരു റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന സബ് ഹെഡിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടും കൂടി നമ്മൾ കാണിക്കണം. അവിടെയാണ് നമ്മൾ ഈ അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കുക. ഓക്കെ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് സെക്ഷനിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് കേട്ടോ, റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആ സബ് ഹെഡിൽ, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഹെഡാണ്. ആ സബ് ഹെഡിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നു ബാലൻസ് ഷീറ്റിൽ കേട്ടോ. ഓക്കെ, എൻട്രി മറന്നു പോകരുത്, എൻട്രിയാണ് നമുക്ക് ആവശ്യം. ദെൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂയും പ്രീമിയം കൂടി ചേർന്നിട്ടുള്ള എമൗണ്ടാണ് പോവുക. മനസ്സിലായ മക്കളെ? അപ്പോൾ സാഹചര്യം നോക്കുക കേട്ടോ, എന്നിട്ട് എൻട്രീസ് റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് രണ്ടും മനസ്സിലായെങ്കിൽ പിന്നെ അടുത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദ തേർഡ് കേസ്,
വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, ദെൻ റിഡീം ചെയ്യുന്നത് പാർ വാല്യൂയിൽ. ഓക്കെ, റിഡീം ചെയ്യുന്നത് പാർ വാല്യൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പത്തെ പറഞ്ഞ പോലെ 1000 ഡിബഞ്ചേഴ്സ് കമ്പനി ഇഷ്യൂ നടത്തുന്നത് 5% ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ് ഡിബഞ്ചേഴ്സിൻ്റെ. ആ 10 രൂപ ഫേസ് വാല്യൂവിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി ഒരു 5 രൂപയ്ക്ക്. ഓക്കെ, 10 രൂപൻ്റെ 5 രൂപയ്ക്ക് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്തായി, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ. ആൻഡ് റീപേയബിൾ ഓർ റെഡീമബിൾ അറ്റ് പാർ. ഓക്കെ, എന്നിട്ട് പറയാണ് റിഡീം ചെയ്യുന്നത് പാറിലാണെന്നുള്ളത്. അപ്പോഴാണ് ഏത് സാഹചര്യം വരിക, മൂന്നാമത്തെ വരിക. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, റിഡീം ചെയ്യുന്നത് പാറിൽ, തിരിച്ചു കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത് പാറിലാണ്. ഓക്കെ മക്കൾ, അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ കാണിക്കുക. മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഒക്കെ അതേ സാഹചര്യങ്ങൾ തന്നെയാണ്. ഡിസ്കൗണ്ട് അല്ലേ, എമൗണ്ട്, ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ കാണിക്കുന്നു. അതായത് ഇപ്പോൾ 1000 ഡിബഞ്ചേഴ്സ് 5 രൂപയാണ് ഡിസ്കൗണ്ട്, 1000 × 5 ഡിസ്കൗണ്ട് എമൗണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫേസ് വാല്യൂ. ഓക്കെ, ടോട്ടൽ ഫേസ് വാല്യൂ ആണ് പോകുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്ര റിസീവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 1000 × 10 ഫേസ് വാല്യൂ. ബാങ്ക് അക്കൗണ്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, അതായത് ഇപ്പോൾ 5 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ബാക്കി 5 ഉള്ളൂ, അപ്പോൾ 1000 × 5. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് റിസീവ് ചെയ്യുന്നതായിരിക്കും ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ ടോട്ടൽ ഫേസ് വാല്യൂ. ഓക്കെ, ക്ലിയർ ആയോ? സോ ദ എൻട്രി ബിക്കം അഗെയിൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് മക്കളെ, ഒരു ലോസ് ആണ് അല്ലേ. 10 രൂപ ഫേസ് വാല്യൂവിൽ ഡിബഞ്ചേഴ്സിനെ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത് പബ്ലിക്കിലേക്ക്. അപ്പോൾ കമ്പനിക്ക് നഷ്ടം തന്നെയാണത്. അതുകൊണ്ട് നമുക്ക് ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ദ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് എ ക്യാപിറ്റൽ ലോസ്. ലോസ് ആണ്, കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ലോസ് ആണ്. അത് ക്യാപിറ്റൽ, ആ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണ് ഡിസ്കൗണ്ട് എമൗണ്ട്, ആ എമൗണ്ട് കമ്പനിക്ക് ലോസ് ആണ്. എപ്പോൾ, ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് അവിടെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട്, ആ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ലോസ് ആണ്, ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ലോസ് മക്കളെ നമ്മൾ സാധാ രീതിയിൽ റൈറ്റ് ഓഫ് ചെയ്ത് വിടണം. ഓക്കെ, ഇത് റൈറ്റ് ഓഫ് ചെയ്യും. പി ആൻഡ് എൽ അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ എത്രയാണോ എമൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് എന്ന് അവിടെ വരെ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഈ ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ആണ് ചെയ്യാറ്. അതായത് അതിന്ന് എടുത്തിട്ട് എഴുതിത്തള്ളാന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ നമ്മളിതിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു ഐറ്റം നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ, ഇതിനെ എഴുതി തള്ളുന്നത് വരെ, ലോസിനെ നികത്തുന്നത് വരെ അതർ നോൺ കറണ്ട് അസറ്റ്സ്, ഓക്കെ, അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് കാണിക്കേണ്ടത്. അതായത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ് എന്നുള്ളൊരു ഹെഡിൽ, അതിന് താഴെ സബ് ഹെഡിൽ അതർ നോൺ കറണ്ട് അസറ്റ് എന്ന കേസിലാണ്, ആ ഒരു ഹെഡിലാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് കാണിക്കുക. റൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കേണ്ട, റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ നമ്മളത് കാണിക്കണം. ഓക്കെ, മനസ്സിലായോ? അതാണ് മൂന്നാമത്തെ കേസ്. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോകാം മക്കളെ. 3 ഓക്കെ കേട്ടോ. ഇത് സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി അടുത്തത് ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ, കൺഫ്യൂഷൻ വരരുത്. കുറേ കമ്പൈൻഡ് ആയിട്ടുള്ള എൻട്രീസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ കുട്ടികളെ. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇനി ഡിബഞ്ചേഴ്സ് പാറിൽ ഇഷ്യൂ നടത്തുന്നു. ഓക്കെ മക്കളെ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്നത് പാറിലാണ്. അതേസമയം ഡിബഞ്ചേഴ്സ് റീപേയ്മെൻറ്റ് നടത്തുന്നത് പ്രീമിയത്തിൽ, തിരിച്ചടയ്ക്കുന്നത്. ഓക്കെ, റീപേയ്മെൻറ്റ് നടത്തുന്നത് പ്രീമിയത്തിലാവുന്ന സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി മക്കളെ? അപ്പോൾ ഫോർ എക്സാമ്പിൾ, കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 ഡിബഞ്ചേഴ്സ് 5% ഡിബഞ്ചേഴ്സ്, ഓക്കെ, ഡിബഞ്ചേഴ്സ് കേട്ടോ കമ്പനിയിലുള്ളത്. കമ്പനി ഇഷ്യൂ നടത്തുന്നത് ഇഷ്യൂഡ് അറ്റ് പാർ. ഓക്കെ, ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുമ്പോൾ ₹10 അല്ലേ, 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് റീപേയബിൾ ആറ്റ് 15. ഓക്കെ, കമ്പനി 15 രൂപയ്ക്ക് ആ ഡിബഞ്ചേഴ്സിനെ റീപേയ്മെൻറ്റ് നടത്തുന്നു. നോക്കിയോ മക്കളെ, അപ്പോൾ അങ്ങനെയാണ് നോക്കിയേ. 1000 ഡിബഞ്ചേഴ്സ് 5 രൂപ, 5% ഡിബഞ്ചേഴ്സ് കേട്ടോ, 10 രൂപ ഫേസ് വാല്യൂള്ള ഡിബഞ്ചേഴ്സ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അത് തിരിച്ചു കൊടുക്കുന്നത്
ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ട് അവൻ്റെ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു 5 6 അല്ലെങ്കിൽ ഒരു 10 അവൻ്റെ കാലാവധി എത്രയാണ് ഡിബഞ്ചേഴ്സിൻ്റെ, ആ അത്രയും വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കുന്നത്, റീപേയ്മെൻറ്റ് നടത്തുന്നത് പ്രീമിയത്തിലാണ്. അതായത് 15 രൂപയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം, 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കുന്നത് 15 രൂപയ്ക്കാണ്. ഓക്കെ, അതാണ് കണ്ടീഷൻ, അത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ കമ്പനിക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ എൻട്രി നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിലും വേരിയേഷൻ വരും, അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റിലും വേരിയേഷൻ വരും. പാറിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു 10 രൂപയ്ക്ക്, അത് പാർ വാല്യൂയിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു ഡിബഞ്ചറിനെ കമ്പനി അങ്ങോട്ട് തിരിച്ചു കൊടുത്തത് 15 രൂപയ്ക്കാണ്. അപ്പോൾ കമ്പനിക്ക് അവിടെ നഷ്ടവും ഉണ്ടാവും. ഓക്കെ, ക്യാപിറ്റൽ ലോസസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് വരും. സോ ദ എൻട്രി ബിക്കം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം റിഡംഷൻ. ഓക്കെ, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് 2 സാഹചര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ മക്കളെ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്ര റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ പ്രീമിയം ഓൺ റിഡംഷൻ ആണ് ഈ അക്കൗണ്ടിലെ എമൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. ബിക്കോസ് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് കമ്പനിക്കൊരു ക്യാപിറ്റൽ ലോസ് ആണ്, അതോടൊപ്പം തന്നെ കമ്പനീൻ്റെ ലയബിലിറ്റിയും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ക്രെഡിറ്റ് സൈഡും പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നിട്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 10 രൂപൻ്റെയാണ് ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ അല്ലേ. പാറിലാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, 10 രൂപയ്ക്കാണ് കമ്പനി അവിടെ ഇഷ്യൂ നടത്തുന്നത്. മക്കളെ ഇതൊക്കെ എക്സാമ്പിളാണ് കേട്ടോ, അതിപ്പോൾ 100 ആവേ. അപ്പോൾ 10 രൂപയ്ക്കാണ് കമ്പനി ഇഷ്യൂ നടത്തുന്നത്. ആ ഇഷ്യൂ നടത്തുന്നത് 10 രൂപയ്ക്ക് ഇഷ്യൂ നടത്തുക പറയുമ്പോൾ 10 രൂപയ്ക്ക് 10 രൂപ എമൗണ്ടാണ് കമ്പനി കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട്. എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതോ 15 രൂപയ്ക്ക്. ഓക്കെ, 10 രൂപേൻ്റെ ഡിബഞ്ചേഴ്സ് കമ്പനി 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് പിന്നീട് കമ്പനി തിരിച്ചു കൊടുക്കുന്നത് 15 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അവിടെ എന്താണ് മക്കളെ, നഷ്ടമല്ലേ സംഭവിക്കുന്നത്? ഈ 5 രൂപ അല്ലേ, ആ 5 റുപ്പീസ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ നഷ്ടമാണ്. അപ്പോൾ കമ്പനിക്ക് അവിടെ ആക്ച്വലി ബാധ്യത ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് അവർക്ക് കൊടുക്കണം, ഈ 5 രൂപ അധികം അവർക്ക് കൊടുക്കണം. അപ്പോൾ കമ്പനിക്ക് അവിടെ ലയബിലിറ്റിയാണ് വരുന്നത്, ബാധ്യതയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിക്ക് അവിടെ ലോസും കൂടിയാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ കമ്പനിക്ക് എന്താണ് അവിടെ, ലോസും കൂടിയാണ്. ഓക്കെ, അങ്ങനെ പ്രീമിയത്തിൽ റിഡീം ചെയ്ത കമ്പനിക്ക് അവിടെ ലോസുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്രീമിയം റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്രെഡിറ്റും വന്നിരിക്കുന്നത്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഡെബിറ്റും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ പ്രീമിയത്തിൽ റിഡീം ചെയ്ത കമ്പനിക്ക് അവിടെ ക്യാപിറ്റൽ ലോസ് വരുന്നു, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്യുന്നത്, ആ എമൗണ്ട് ഫേസ് വാല്യൂ ഉള്ള എമൗണ്ട്, ആൻഡ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ പ്രീമിയം റിഡംഷൻ്റെ പ്രീമിയം, ദെൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ, ദെൻ പ്രീമിയം ഓർ റിഡംഷനിലേക്ക് പ്രീമിയം പേയുള്ള റിഡംഷന് കൊടുക്കുന്ന പ്രീമിയം. ഇപ്പോൾ 1000 ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 5 രൂപ പ്രീമിയം ആണെങ്കിൽ 1000 × 5, അതേപോലെ തന്നെ ഇവിടെ 1000 ആണെന്നുണ്ടെങ്കിൽ 1000 × 5. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? അതായത് പ്രീമിയം പേയബിൾ റിഡംഷൻ ഇസ് ലയബിലിറ്റി, ഹെൻസ് ഇറ്റ് ഇസ് ക്രെഡിറ്റഡ്. പ്രീമിയം റിഡംഷൻ ഇസ് ക്യാപിറ്റൽ ലോസ്, ഹെൻസ് ഇറ്റ് ഇസ് ഡെബിറ്റഡ്. അപ്പോൾ പ്രീമിയം പേയബിളും റിഡംഷൻ എന്ന് പറയുന്നത് ബാധ്യതയാണ് കമ്പനിക്ക്, ക്യാപിറ്റൽ ലോസുമാണ്. അതായത് 4th കണ്ടീഷൻ. ക്ലിയർ? നോ ഡൗട്ട്. ആൻഡ് ദ 5th കേസ്, അപ്പോൾ ഇത് മനസ്സിലാണെങ്കിൽ ഇതും കിട്ടും. വെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റെഡീമബിൾ അറ്റ് പ്രീമിയം. കമ്പനിയിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് മക്കളെ, പക്ഷെ അത് റെഡീം ചെയ്യുന്നത്, ഓക്കെ, തിരിച്ച് അടയ്ക്കുന്നത് പ്രീമിയത്തിലാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് മക്കളെ എങ്ങനെയാണ് മക്കളെ അത് വരിക? ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു 1000 ഡിബഞ്ചേഴ്സ് കമ്പനീൻ്റെ കയ്യിലുണ്ട് അല്ലേ, 1000 ഡിബഞ്ചേഴ്സ് കമ്പനീൻ്റെ കയ്യിലുണ്ട്. 5000 ഡിബഞ്ചേഴ്സ് ആണുള്ളത്, 5%, 5% ഡിബഞ്ചേഴ്സ് 1000, അത് 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 10 രൂപ ഫേസ് വാല്യൂള്ള ഡിബഞ്ചേഴ്സിനെ കമ്പനി ഇഷ്യൂഡ് അറ്റ് ₹5, ഓക്കെ, 5 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ആയി. ആൻഡ് റീപേയബിൾ, ഓക്കെ, തിരിച്ചു കൊടുക്കുന്നു, റീപേയബിൾ അറ്റ് ₹15. അപ്പോൾ പ്രീമിയത്തിൽ റീപേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇതാണ്, ഈ സാഹചര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, കമ്പനി ഡിസ്കൗണ്ടിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്നു അല്ലേ. 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 5 രൂപയ്ക്ക് ഇറക്കുന്നു, അപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ. റീപേയ്മെൻറ്റ് നടത്തുന്നത് 15 രൂപയ്ക്ക്, ഓക്കെ, തിരിച്ചടയ്ക്കുന്നത് 15 രൂപയ്ക്ക്. അതായത് എത്രയാണ് ഫേസ് വാല്യൂ അതിനെക്കാട്ടി കൂടിയ എമൗണ്ട് അല്ലേ, അപ്പോൾ പ്രീമിയത്തിലാണ് അവിടെ തിരിച്ചടയ്ക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു കാര്യം കുറഞ്ഞ വിലയ്ക്ക് അല്ലേ,
ഫേസ് വാല്യൂ എത്രയാണ്? ആ ഫേസ് വാല്യൂവിനെ കാട്ടി കുറഞ്ഞ വിലയ്ക്കാണ് കമ്പനി അത് ഇഷ്യൂ ചെയ്തത്. എന്നിട്ടാണ് കമ്പനി ഡിബഞ്ചേഴ്സിന് എമൗണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള കാര്യം കൂടിയ വിലയ്ക്ക് തന്നെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊടുക്കുന്നത്. അപ്പോഴും കമ്പനിക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താലും കമ്പനിക്ക് ലോസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കളെ, ഡിസ്കൗണ്ടിൽ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് അവിടെ ലോസ് എറൈസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ലോസ് എറൈസ് ചെയ്യുന്നു. അതേപോലെ പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്ന സമയത്തും കമ്പനിക്ക് എന്താണ്? ലോസ് ആണ് അവിടെ എറൈസ് ചെയ്യുന്നത്, അല്ലെ? പ്രീമിയത്തിൽ റീപേ ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടിൻ്റെ ലോസും കൂടി ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവണം. ഓക്കെ, രണ്ട് ലോസും അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആ ഒരു വേരിയേഷൻ ആണ് കേട്ടോ ഈ ഒരു സാഹചര്യത്തിൽ വരുന്നത്. സോ ദ എൻട്രി ബിക്കം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എമൗണ്ട് റിസീവ് കാണിക്കുന്നു. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഡിസ്കൗണ്ട് ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ള ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടും റിഡംഷൻ്റെ പ്രീമിയവും അതും ലോസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റിഡംഷൻ്റെ പ്രീമിയവും അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ള ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടും കൂടി വരും. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഫേസ് വാല്യൂ ടു പ്രീമിയം റിഡംഷൻ അക്കൗണ്ട്. പ്രീമിയം റിഡംഷൻ അക്കൗണ്ടിൽ പ്രീമിയം പേബിൾ റിഡംഷൻ്റെ പ്രീമിയം മാത്രം. അപ്പോൾ 5 രൂപ 15 രൂപയല്ലേ തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് എത്രയാണ്? 5 രൂപയാണ് പ്രീമിയം, റിഡംഷൻ പ്രീമിയം. അപ്പോൾ റിഡംഷൻ പ്രീമിയം ഈ എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ള ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് 5 ആണ്. ആ 5ൻ്റെയും പ്ലസ് പ്രീമിയം റിഡംഷൻ 5ഉം ഈ രണ്ടും കൂടി ചേർന്ന എമൗണ്ട് ആയിരിക്കും ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 10 രൂപ ടോട്ടൽ എഫക്റ്റ് 10 രൂപ വരും. അപ്പോൾ 1000 × 10 ടോട്ടൽ എഫക്റ്റ് വരും ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ അക്കൗണ്ട് ലോസ് രണ്ട് ലോസാണ് ഇവിടെ കമ്പനിക്ക് സംഭവിക്കുന്നത്. ഒന്ന് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ക്യാപിറ്റൽ ലോസും അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്ന സമയത്തുള്ള ക്യാപിറ്റൽ ലോസും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? ദ ഫിഫ്ത്ത് കേസ് ആൻഡ് ദ ഫൈനൽ വൺ വെൻ ഡിബഞ്ചർ. ഇവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇൻ ദിസ് കേസ് ദ ലോസ് ഈസ് ടു ഫോൾ ദ ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ പ്ലസ് പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ. എഴുതിയിട്ടുണ്ട് കേട്ടോ നോട്ടിൽ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കും. വെൻ സിക്സ്ത് വൺ വെൻ ദ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീമബിൾ വിത്ത് പ്രീമിയം. ഡിബഞ്ചേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണ്, തിരിച്ചടയ്ക്കുന്നതും പ്രീമിയത്തിലാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 1005% ഡിബഞ്ചേഴ്സിൻ്റെ 10 രൂപ പ്രകാരമാണ് ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. കമ്പനി 15 രൂപയ്ക്കാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇഷ്യൂഡ് അറ്റ് 15. ഓക്കെ, 15 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു ആൻഡ് റീപേബിൾ അറ്റ് ₹20. ഓക്കെ, 20 രൂപയ്ക്കാണ് കമ്പനി റീപേ ചെയ്യുന്നത്. അപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 15 രൂപയ്ക്ക് ഇറക്കുന്നു, 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 20 രൂപയ്ക്ക് തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ നോക്കിയേ മക്കളെ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരും? കമ്പനിക്ക് ഇഷ്യൂ നടത്തുന്ന സമയത്തുള്ള പ്രീമിയത്തിൽ കമ്പനി ഇഷ്യൂ ചെയ്ത എന്താ കമ്പനിക്ക് കിട്ടുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, അല്ലേ? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുന്നു. ആ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെയും അതുപോലെ തന്നെ റിഡീം ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് എന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാകുന്നത്. അത്രയും എമൗണ്ട് കമ്പനിക്ക് കൂടുതൽ കൊടുക്കണം, കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ ക്യാപിറ്റൽ ലോസും വരും, ക്യാപിറ്റൽ പ്രോഫിറ്റോടെ വരും, ഈ ഒരു സാഹചര്യത്തിൽ വരും. ഓക്കെ, അതൊന്നപ്പോൾ മനസ്സിലാക്കണം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ ഇഷ്യൂ എൻട്രി ബിക്കം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ടു പ്രീമിയം റിഡംഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എമൗണ്ട് പോവുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ റിഡംഷൻ്റെ പ്രീമിയം ഇല്ലേ, റിഡീം ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, റിഡംഷൻ പ്രീമിയം. ദെൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു പ്രീമിയം എമൗണ്ട്. പ്രീമിയം ഓൺ ഇഷ്യൂ ചെയ്യുന്ന സമയത്തില്ലേ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഇല്ലേ, അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയത്തിൻ്റെ എമൗണ്ടാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്, ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഈ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത്. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ്റെ പ്രീമിയമാണ് ഈ പ്രീമിയം റിഡംഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ, രണ്ടും പ്രീമിയത്തിലാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം കാണിക്കേണ്ടത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലും, ദെൻ റിഡംഷൻ നടത്തുന്ന സമയത്തുള്ള പ്രീമിയം കാണിക്കേണ്ടത് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലുമാണ്. ഓക്കെ മക്കളെ, ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ റിഡംഷൻ്റെ പ്രീമിയം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, ഇഷ്യൂവിൻ്റെ പ്രീമിയം കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കമ്പൈൻഡ് ആണ്. അപ്പോൾ ഓരോന്നിലും എമൗണ്ട് എങ്ങനെ വരിക എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ എഗെയിൻ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ 6 കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഓരോ കണ്ടീഷൻസിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നോക്കുക, ക്യാപിറ്റൽ ലോസ് എപ്പോഴാണ് വരിക, ക്യാപിറ്റൽ പ്രോഫിറ്റ് എപ്പോഴാണ് വരിക എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ മക്കളെ. ഓക്കെ, സോ ഇനി ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ ചോദിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു.